ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, ഈ ഒരു വീഡിയോ നമ്മുടെ PRTയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ PGT അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഓക്കെ, ആ PGT അപ്ലൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസിയുടെ എണ്ണവും അതുപോലെ തന്നെ സാലറി സ്കെയില്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ്, പ്രായപരിധി, ഓക്കെ, ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതെല്ലാം PGTക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലൂടെ വിളിച്ചന്വേഷിക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഓക്കെ, ഇതില് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് ഒരുപാട് വേക്കൻസികൾ ഉള്ളതുകൊണ്ട്, ഒരുപാട് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ട് വീഡിയോ ലെങ്ത് ആണ്. ഓക്കെ, താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഫുള്ള് കാണുക. പിന്നെ ഇതിൽ പറയാൻ പോകുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഏജിന്റെ ക്ലാസിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എക്സാം എങ്ങനെയാണെന്നുള്ളതും ഏത് രീതിയിലാണ് ചോദിക്കുന്നുള്ളതും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ മുന്നേ ഒരു വീഡിയോയിൽ KVS അറിയേണ്ടത് എന്തെല്ലാം എന്നുള്ളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കയറി കാണുക. അതിവിടെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, മുകളിൽ കാർഡായിട്ട് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളത് എന്ത് ചെയ്യുക, വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ തന്നെ KVS ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ ലെങ്ത് കൂടുതലായിട്ട് കൂട്ടുന്നില്ല. ഓക്കെ, തുടക്കത്തിൽ തന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ KVSന്റെ ബാച്ചിന്റെ അഡ്മിഷൻ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ RRB ടീച്ചറിന്റെ അഡ്മിഷൻ നമുക്ക് സൺഡേ വരെ ഉണ്ട്. ഓക്കെ, 599 ആണ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ RRB ടീച്ചറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, താഴെ അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പിലേക്ക് വന്നിട്ടോ അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ആരായാവുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ബാക്കി നാച്ചുറൽ സയൻസിന്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. 999 ആണ് ഫീസ്. അതുപോലെ തന്നെ LP UP ബാച്ച് ലോങ് ടേം ഉണ്ട്, ഫ്രീ ബാച്ച് ആണ്. അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ HSA ജനറലിന്റെ ബാച്ചും അവൈലബിൾ ആണ്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 499 എന്ന് പറയുന്ന ഫീ ആണ്. ഓക്കെ, അതുപോലെ തന്നെ CTETന്റെ കോഴ്സും ആരംഭിക്കുന്നുണ്ട്. CTET, ഓക്കെ, അപ്പൊ അതിൽ ജോയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ഇതെല്ലാ കോഴ്സിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ 7736760473 എന്നുള്ള ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ എല്ലാ ലിങ്കുകളും അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ KV അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇതിന് എന്ത് വേണ്ട, CTET എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന് വേണ്ട. അപ്പൊ CTET കുറിച്ച് നമ്മൾ മിണ്ടുന്നേ ഇല്ല. ഓക്കെ, PGTക്ക് CTET ആവശ്യമില്ല. PGTക്ക് CTET വേണ്ട. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു അക്ഷരം മിണ്ടുന്നില്ല. CTET വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. ഓക്കെ, PGT അപ്ലൈ ചെയ്യുന്നതിന്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് 1196 വേക്കൻസിയാണ് കേട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന് 1196 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഓക്കെ, ഇത് മാറാം, കൂടാം, കുറയാം എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഇതിനപ്പുറം വേക്കൻസികളുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ സാലറി സ്കെയിൽ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ചു കൊള്ളുക, 1196 വേക്കൻസിയാണ്. ഓക്കെ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര വേക്കൻസിയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇതിലെ നിലവിൽ പോകുന്ന പേ സ്കെയിൽ നമുക്കറിയാം 7th ആണ് അല്ലേ. 7th ആണ് പോയിക്കുന്നത്. ഇനിയിപ്പോ വരാൻ പോകുന്നത് 8th ആണ്. 8th, 10th, 11th ഒക്കെ വരും. ഓക്കെ, അപ്പൊ 8th ആകുമ്പോഴത്തേക്ക് 47,600 to 1,51,000. ഓക്കെ, 1.5 ലക്ഷം രൂപയാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി പഠിക്കണമോ വേണ്ടേ എന്നുള്ള കാര്യം. മറ്റേ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ
ഒരുപാട് പേര് നിങ്ങളെ പിന്തിരിപ്പിക്കും. ഹിന്ദി വേണം, ഇംഗ്ലീഷ് വേണം, അതൊക്കെ രണ്ടാമത്തെ കേസ്. ആദ്യം അപ്ലൈ ചെയ്യുക, പഠിക്കുക, എക്സാം എഴുതുക, CBT-യിൽ ഒന്നാമതെത്തുക. പിന്നെ നമുക്ക് ഇന്റർവ്യൂവിനെ കുറിച്ചും ഡെമോ ക്ലാസ്സിനെ കുറിച്ചും ചിന്തിക്കാം കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് ഏജിന്റെ കാര്യം ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ട് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ആ വീഡിയോ പോയി കാണുക നിങ്ങൾ. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ആർക്കൊക്കെയാണ് ഇതിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്ക് PGT കമ്പ്യൂട്ടർ സയൻസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ MCA. ഓക്കെ, MSc കമ്പ്യൂട്ടർ സയൻസ്, IT ഓർ MCA. അതിൽ എല്ലാത്തിനും നിങ്ങൾക്ക് 50, അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ PG ആയതുകൊണ്ട് തന്നെ PGക്ക് 50% മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. PGക്ക് 50% മാർക്ക് വേണം, പ്ലസ് BEd. PG 50% മാർക്ക് പ്ലസ് BEd ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാം, ഞാൻ മറ്റു വീഡിയോയിൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം MSc കമ്പ്യൂട്ടർ സയൻസ് ഉള്ളൊരു വായോ, MSc IT ഉള്ളൊരു വായോ, MCA ഉള്ളൊരു വായോ ഇതിൽ അപ്ലൈ ചെയ്യൂ 50% മാർക്ക് ഉണ്ടെങ്കിൽ. അടുത്തത് ME ഓർ MTech. ഓക്കെ, അതായത് MTech പഠിച്ചിട്ടുള്ളവർ, അത് MTech കമ്പ്യൂട്ടർ സയൻസ് ചെയ്തിട്ടുള്ളവർക്ക്, IT MTech ചെയ്തിട്ടുള്ളവർക്ക്, ഓക്കെ, അവർക്കും ഇതിൽ ഭാഗമാക്കാം. ഓക്കെ, അപ്പൊ ME പഠിച്ചിട്ടുള്ളവർ, MTech പഠിച്ചിട്ടുള്ളവർ, അത് IT പഠിച്ചിട്ടുള്ളവർ ഇതിൽ വായോ, അതിൽ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പൊ ഇത്രയും കോഴ്സാണ് അവർ നോക്കുന്നത്. ഈ രണ്ട് സംവിധാനങ്ങളുമാണ് അവർ വളരെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യത്തിൽ. ഓക്കെ, MSc കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ MCA ഓർ MTech ഓർ ME കമ്പ്യൂട്ടർ സയൻസ് ഓർ IT 50% മാർക്ക് പ്ലസ് BEd. ഓക്കെ, BEdനും എത്ര പെർസെന്റേജ് മാർക്കാണ്? 50% മാർക്കാണ്. BEdനും എത്രയാണ്? 50% മാർക്കാണ് പറയുന്നുണ്ട്, 50% മാർക്കാണ്. ഇനി ഇത് ഇന്റഗ്രേറ്റഡ് ആയിട്ട് MEd പഠിച്ചവർക്കും ഒക്കെ 50% മാർക്ക് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം CTET എന്നുള്ളൊരു കാര്യം ഇവിടെ നിർബന്ധം ഇല്ല, വേണ്ട, CTET വേണ്ട. ഓക്കെ, CTET-ന്റെ ആവശ്യം ഇല്ല, CTET ബേൺ ചെയ്തിരിക്കുകയാണ്. ഇതിൽ CTET വേണ്ട, ഒരു കാര്യം ചിന്തിക്കുക, CTET വേണ്ട. ഇതാണ് കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ. ഓക്കെ, അപ്പൊ അവർ വന്ന് അപ്ലൈ ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി, ഇംഗ്ലീഷ്. ഓക്കെ, ലാംഗ്വേജ് പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ TGT-യിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ സംസ്കൃതവും ഉണ്ട്, പുറത്തിരുന്നോളൂ. TGT അടുത്ത വീഡിയോയിൽ വരും. ഓക്കെ, ഹിന്ദിയും ഇംഗ്ലീഷുമാണ്. അപ്പം അതില് നിങ്ങൾ നോക്കാനുള്ളത് ഹിന്ദിയുടെ വേക്കൻസി എന്ന് പറയുന്നത്, ഹിന്ദി എന്ന് പറയുന്നത് 1167 വേക്കൻസിയാണ് ഹിന്ദി. ഇംഗ്ലീഷിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 1311 വേക്കൻസിയാണ്. ഓക്കെ, ബൾക്ക് ഓഫ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത്. ഹിന്ദി 1167, ഇംഗ്ലീഷ് 1311. ഓക്കെ, ലെവൽ 8 സാലറി 47,600, 1,01,00,000 രൂപ സാലറിയാണ്, ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഞാൻ ബാക്കിയുള്ള സ്കെയിൽസ് ഒന്നും പറയുന്നില്ല, ഒരു ജനറൽ സ്കെയിൽസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഏകദേശം 47,600 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അലവൻസ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് 75,000-80,000 രൂപയോളം തുടക്കത്തിൽ ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന മന്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാലറിയാണ്, ഒന്ന് ഓർക്കുക നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ ബാക്കി ഏജ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള ഒന്നും പറയുന്നില്ല, അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് പിന്നെ അവരൊരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഫ്രം NCT റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഉള്ളവർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്, അതെല്ലാത്തിലും പറയുന്നുണ്ട് അവർ. അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ PGT ഇംഗ്ലീഷ്. ഓക്കെ, PGT ഇംഗ്ലീഷിൽ PG ഇംഗ്ലീഷ്, PGT ഹിന്ദിയിൽ PG ഹിന്ദി, പിന്നെ അതിന് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പ്ലസ് BEd. വേറെ സെപ്പറേറ്റ് ഒന്നും വേണ്ടല്ലോ ഇല്ലേ? ലാംഗ്വേജ് ആകുമ്പോൾ അത് പഠിച്ചിരിക്കണം മസ്റ്റ് ആയിട്ട്. ലാംഗ്വേജ് ആകുമ്പം അതാണ് മസ്റ്റ്. ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിലുള്ള PG. ഇംഗ്ലീഷിലുള്ള PG 50% മാർക്ക്, ഇംഗ്ലീഷിലുള്ള PG ഹിന്ദി 50% മാർക്ക്. ഓക്കെ, അത് മസ്റ്റ് ആണല്ലോ, അങ്ങനെയാണല്ലോ. പിന്നെ അതിന്റെ കൂടെ പ്ലസ് BEd ആണ്. BEdനും എന്താണ്, സ്വാഭാവികമായിട്ടും 50% മാർക്ക് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഈ PGT ഇംഗ്ലീഷിനും ഹിന്ദിക്കും വേണ്ടത്. PGT ഇംഗ്ലീഷ് ആൻഡ്
ഹിന്ദിക്ക് വേണ്ടത്. പിന്നെ എംഎഡ് കാര്യങ്ങൾ അതെല്ലാം പറയുന്നുണ്ട്, അതുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാൻ, ഡോൺ വറി. ഓക്കെ. പിന്നെ ഇതിൽ ഞാൻ എടുത്ത് പറയാൻ വിട്ടുപോകുന്നതല്ല, മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മീൻസ് പിന്നെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട് എല്ലാത്തിലും. എക്സ്പീരിയൻസ് ആസ് TGT ഇൻ ദ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കൺസേൺഡ് സബ്ജക്ട്, എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ സ്കൂള്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ജനറൽ ആയിട്ട് നമുക്ക് വേണ്ടതിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസസ് എന്നുള്ളതാണ് കാര്യം കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ. ആദ്യം പറയുന്നത് എല്ലാത്തിൻ്റെയും പറയുന്നത് റിക്വേർഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഈ ഹിന്ദിയോ ഇംഗ്ലീഷോ പഠിച്ചിട്ടുള്ള PG 50% മാർക്കോടുള്ള PG, അത് കൂടാതെ BEdന് 50% മാർക്ക്. ഇതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. റെഡി? ഓക്കെ. ഓക്കെ. പിന്നെ ഡിപ്പാർട്ട്മെന്റലായിട്ടുള്ള എക്സാമിനേഷനൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കാര്യമാക്കേണ്ടതില്ല, നമ്മളിപ്പോൾ ഇതിനു വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അല്ല, അതിൽ നിന്ന് ഒരു 30% പോസ്റ്റ് എടുക്കും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇത് മാത്രം നോക്കി പോയാൽ മതി. നെക്സ്റ്റ്, അടുത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബയോടെക്നോളജി. അതാണ് ഒരു പുതിയ ഒരു സംവിധാനം. ബയോടെക്നോളജിക്ക് സെപ്പറേറ്റ് ടീച്ചറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബയോടെക്നോളജി സെപ്പറേറ്റ് വിളിക്കുന്നുണ്ട്. ബയോടെക്നോളജി, അതുപോലെ തന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ് ഓരോന്നും നമുക്ക് എഴുതാം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മാത്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1323 വേക്കൻസിയാണ്. മാത്സ് 1323 വേക്കൻസി. PGT ഫിസിക്സ് ആണെങ്കിൽ 1402. PGT ഫിസിക്സ് 1402. PGT ബയോളജി 1113 വേക്കൻസി. 1113 വേക്കൻസി PGT ബയോളജി. PGT ഹിസ്റ്ററി കുറച്ച് കുറവാണ് ഇതിനെ അപേക്ഷിച്ച്, 463. PGT ജിയോഗ്രഫി 486. PGT എക്കണോമിക്സ് 873. PGT കൊമേഴ്സ് എന്ന് പറയുന്നത് 739. PGT കൊമേഴ്സ്. PGT ബയോടെക്നോളജി എത്രയാണ്? 29 പോസ്റ്റുമാണ്. ഓക്കെ. കാരണം അധികം ആരും ബയോടെക്നിക്കൽ പഠിച്ചവരില്ല, അപ്പൊ അത്ര പോസ്റ്റ് മതി, 29 പോസ്റ്റ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക പഠിക്കണമോ വേണ്ടേ എന്നുള്ള കാര്യം. ഓക്കെ. ഒന്നുകൂടെ പറയുന്നു. മാത്സ് 1323, ഫിസിക്സ് 1402, ബയോളജി 1213, ഹിസ്റ്ററി 463, ജിയോഗ്രഫി 486, എക്കണോമിക്സ് 873, കൊമേഴ്സ് 739, ബയോടെക്നോളജി 29 പോസ്റ്റ്. ഇത്രയുമാണ്. ഇതിന്റെ പേ സ്കെയിൽ നോക്കിയോ, 47,600, 1.5 ലക്ഷം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. 1.5 ലക്ഷം രൂപ സാലറി. ഓക്കെ. അതിന്റെ 8th പേ സ്കെയിലിന്റെ സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന 8th പേ സ്കെയിലാണ്, അതിന്റെ സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ. ഫിസിക്സ് ആദ്യം ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയുന്ന കാര്യം തന്നെ, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് രണ്ടും കൂടെ വേണമെന്നേ ഉള്ളൂ. BEd പ്ലസ് PG ഒരുമിച്ച് പഠിക്കുന്നവരുണ്ടല്ലോ, അതാണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് എന്ന് പറയുന്നത്. അതിന് 50% മാർക്ക് വേണം. എല്ലാത്തിനും നമ്മൾ ആദ്യം പറഞ്ഞു പറയുന്നത്, എല്ലാത്തിനും 50% മാർക്കാണ് വേണ്ടത്. BEd ആയിരുന്നാലും PG ആയിരുന്നാലും 50% മാർക്ക് വേണം എന്നുള്ളതാണ് നിഷ്കർഷ. ഓക്കെ. ഇനി അതിന്റെ നമ്മൾ റെയിൽവേക്ക് ചോദിച്ച പോലെയുള്ള കറക്റ്റ് അവർ പറയുന്നുണ്ട്, സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. PGT ഫിസിക്സിന് കൺസേൺഡ് സബ്ജക്റ്റിലുള്ള PG ആണ് വേണ്ടത്. PGT കെമിസ്ട്രി ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ള കെമിസ്ട്രി ഞാൻ വിട്ടുപോയതാണോ? PGT ഫിസിക്സ് PGT കെമിസ്ട്രി വിട്ടുപോയതാണ്. PGT കെമിസ്ട്രിയുടെ പോസ്റ്റ് 1403 ആണ് കേട്ടോ. PGT കെമിസ്ട്രി 1403 ആണ്. 1403 PGT കെമിസ്ട്രി. PGT കെമിസ്ട്രി 1403. ഓക്കെ. ചിന്തിച്ചു നോക്കൂ പഠിക്കണോ വേണ്ട എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതില് എല്ലാത്തിലും അതാത് സബ്ജക്റ്റിലുള്ള PGT ഫിസിക്സ് ആയിക്കോട്ടെ,
PGT ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അതുപോലെ PGT എക്കണോമിക്സ്, PGT ബയോളജി, അതുപോലെ തന്നെ PGT ഹിസ്റ്ററി, PGT ജിയോഗ്രഫി, PGT കൊമേഴ്സ്, പിന്നെ PGT ബയോടെക്നോളജി. ഇത് അതാത് സബ്ജക്റ്റിലുള്ള, ഓക്കെ. അതിൽ സ്പെസിഫിക് ആയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. സ്പെസിഫിക് ആയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. PGT ഫിസിക്സിൽ PG ഉണ്ടായിരിക്കണം, ഓക്കെ. ഗ്രാജുവേഷനും ഫിസിക്സിലായിരിക്കണം. PGT കെമിസ്ട്രി PG ഉണ്ടായിരിക്കണം, കെമിസ്ട്രിയിൽ തന്നെ ഡിഗ്രി ഉണ്ടായിരിക്കണം. PGT മാത്സിൽ തന്നെ PG ഉണ്ടായിരിക്കണം, അല്ല സ്റ്റാറ്റിൽ നിന്ന് PG പോരാ. മാത്സിലുള്ള PG, മാത്സിലുള്ള ഡിഗ്രി. PGT എക്കണോമിക്സിലുള്ള PG, എക്കണോമിക്സിലുള്ള ഡിഗ്രി, ഓക്കെ. PGT ബയോളജിയിൽ ലൈഫ് സയൻസ് ഓർ എനി സ്പെഷ്യലൈസേഷൻ ഇൻ കൺസേൺഡ് സബ്ജക്ട്. അതായത് അത് പറയുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത്, നമ്മൾ ബയോളജി എന്നുള്ളത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ബയോളജി എന്നുള്ള PG ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അതിൽ സുവോളജി എന്നും ബോട്ടണി എന്നും സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ സുവോളജി PG ഉള്ളവര്, ബോട്ടണി PG ഉള്ളവര്, ഇത് രണ്ടും തന്നെ ഡിഗ്രി ഉള്ളവർക്കും, അതായത് MSc സുവോളജി ഉള്ളത് ഡിഗ്രി സുവോളജി ഉള്ള ആൾക്കാണ്, MSc ബോട്ടണി ഉള്ളത് ഡിഗ്രി ബോട്ടണി ഉള്ള ആൾക്കാരാണ്. അപ്പൊ ബോട്ടണി, സുവോളജി, ഡിഗ്രി PG. അതുകൂടാതെ ബയോളജിക്കൽ സയൻസിൽ ഡിഗ്രി PG ഉള്ളവര്, അതുകൂടാതെ ലൈഫ് സയൻസ്, ഓക്കെ, ലൈഫ് സയൻസ് ഉള്ളവർക്കും PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ ബയോളജിക്കൽ സയൻസിൽ PG ഉള്ളവർക്ക്, ലൈഫ് സയൻസിൽ PG ഉള്ളവർക്ക്, ബോട്ടണിയിൽ PG ഉള്ളവർക്ക്, സുവോളജിയിൽ PG ഉള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, PGT ബയോളജിയിൽ അപ്ലൈ ചെയ്യാം. നിങ്ങളിത് പഠിക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ചിന്തിക്കുക. ഈ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ സുവോളജി ആണെങ്കിൽ ഡിഗ്രി സുവോളജി ആയിരിക്കണം, PG ബോട്ടണി ആണെങ്കിൽ ഡിഗ്രി ബോട്ടണി ആയിരിക്കണം, PG ബയോളജിക്കൽ സയൻസ് ആണെങ്കിൽ ഡിഗ്രി ബയോളജിക്കൽ സയൻസിലായിരിക്കണം, PG ലൈഫ് സയൻസ് ആണെങ്കിൽ ഡിഗ്രി ആ കൺസേൺഡ് സബ്ജക്റ്റിലായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ, ഓക്കെ. അതാണ് ബയോളജിയുടെ കാര്യം. PGT ഹിസ്റ്ററി സെയിം, ഡിഗ്രി ഹിസ്റ്ററി, PG ഹിസ്റ്ററി, ഓക്കെ. അടുത്ത PGT ജിയോഗ്രഫി. അത് നിങ്ങൾ ഒരു ചെറിയൊരു സംശയം നിങ്ങൾക്ക് വരും, ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് മാത്രം അങ്ങനെ വരുന്നത്, മാറ്റമില്ലാതെ പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ കൺസേൺഡ് സബ്ജക്ട് ഓർ എനി സ്പെഷ്യലൈസേഷൻ ഇൻ കൺസേൺഡ് സബ്ജക്ട് എന്നുള്ളതാണ്. അതായത് അവർ പറയുന്നുണ്ട് എന്താണ്, ദ പ്രൊവൈഡ് ദ കാൻഡിഡേറ്റ്സ് സ്റ്റഡീഡ് കൺസേൺഡ് സബ്ജക്ട് അറ്റ് ഗ്രാജുവേഷൻ ലെവൽ ആൾസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എക്സാമ്പിൾ ഇപ്പൊ ഹിസ്റ്ററി, PGT ഹിസ്റ്ററി വിളിക്കുകയാണ്. നിങ്ങൾ എക്കണോമിക്സ് ഡിഗ്രി പഠിച്ചിട്ട് PG ഹിസ്റ്ററിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചോ. അതായത് നിങ്ങൾ എക്കണോമിക്സ് ഡിഗ്രി പഠിക്കുമ്പോൾ അതിലൊരു വിഷയം ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് PG ഹിസ്റ്ററി എടുത്തു, പറ്റത്തില്ല, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഡിഗ്രി ഏതിലാണോ അതിൽ PG ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ നിഷ്കർഷിക്കുന്നത്. പിന്നെ അതേ കൺസേൺഡ് സബ്ജക്റ്റ് വന്നാലും മതി. അതായത് നിങ്ങളിപ്പം മീൻസ് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അതിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ആ ഹിസ്റ്ററി വെച്ചിട്ടുള്ള PG എടുത്തു എങ്കിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ, അങ്ങനെ അപേക്ഷിക്കാൻ പറ്റും, ഡോണ്ട് വറി, ഓക്കെ. അതുപോലെ ജിയോഗ്രഫിയുടെ കാര്യത്തിലും അത് ഇതേ സെയിം സാധനം തന്നെയാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ PG ജിയോഗ്രഫിയിലാണെങ്കിൽ ആ സബ്ജക്റ്റിലുള്ള DC വേണം, അല്ലെങ്കിൽ ആ ഒരു വിഷയം പഠിച്ച ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കൊമേഴ്സുകാരും അങ്ങനെ തന്നെയാണ്, മാസ്റ്റേഴ്സ് ഇൻ കൊമേഴ്സ് ആണ് വേണ്ടത്, ഓക്കെ. പിന്നെ അതിൽ ഡിഗ്രിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഡിഗ്രി ശ്രദ്ധിച്ചോളുക, കൊമേഴ്സ് PGT കൊമേഴ്സിൽ അപ്ലൈ ചെയ്യാനുള്ളവർ ശ്രദ്ധിച്ചോളുക, MCom ഇൻ അപ്ലൈഡ് ബിസിനസ് എക്കണോമിക്സ് ഷാൽ നോട്ട് ബി എലിജിബിൾ, ഓക്കെ. ഹോൾഡേഴ്സ് ഓഫ് ഡിഗ്രി ഓഫ് MCom ഇൻ അപ്ലൈഡ് ബിസിനസ്, റെയിൽവേക്ക് അത് അപ്ലൈ ചെയ്യായിരുന്നു PGTക്ക്, പക്ഷെ ഇവിടെ പറ്റത്തില്ല. അപ്ലൈഡ് MCom അപ്ലൈഡ് ബിസിനസ് എക്കണോമിക്സ് ഇത് പഠിച്ചവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം, PGT കൊമേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മാസ്റ്റേഴ്സ് ഇൻ ഡിഗ്രി കൊമേഴ്സ് മാത്രം, MCom കൊമേഴ്സ് പഠിച്ചവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പോസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ടാക്സേഷൻ ഒന്നോ അങ്ങനെയുള്ള കോഴ്സൊക്കെ ആയിരിക്കും, MCom ടാക്സേഷൻ അതൊക്കെ പറ്റും, കൊമേഴ്സ് ടാക്സ് അത് പറ്റും. പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്ത ഒരു പോസ്റ്റ് പറയുന്നത് അത് പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്താണ് സ്പെസിഫൈ ചെയ്ത് പറയുന്ന പോസ്റ്റ് ഇതാണ്, MCom ഇൻ അപ്ലൈഡ് ബിസിനസ് എക്കണോമിക്സ് ഷാൽ നോട്ട് ബി എലിജിബിൾ, ഓക്കെ.
അത് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് PGT ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബയോടെക്നോളജി. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക, ബയോടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ബയോടെക്നോളജിയിലൊക്കെ അപ്ലൈ ചെയ്യാം. MSc മൈക്രോബയോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc മൈക്രോബയോളജിക്കാർ അപ്ലൈ ചെയ്യാം. MSc ബയോ കെമിസ്ട്രിക്കാർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. MSc ലൈഫ് സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ബയോ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ജെനറ്റിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ചാൻസ് ആണ്. ഒരു പുതിയൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ PGT ബയോടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ആർക്കൊക്കെ? MSc ഇത്രയും കോഴ്സ് MSc പ്ലസ് എന്തൊക്കെ കോഴ്സ്? MSc ബയോടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ബയോടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc മൈക്രോബയോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc മൈക്രോബയോളജി, MSc ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. MSc ലൈഫ് സയൻസ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ലൈഫ് സയൻസുകാർക്ക് PGT ബയോളജി അപ്ലൈ ചെയ്യാം, PGT ബയോടെക്നോളജി അപ്ലൈ ചെയ്യാം. ലൈഫ് സയൻസുകാർക്ക് ശ്രദ്ധിച്ചോളണം. അത് തന്നെയാണ്. ഓക്കെ, അതായത് PGT ബയോളജി അപ്ലൈ ചെയ്യുന്ന ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ PGT ബയോടെക്നോളജിക്കും അപ്ലൈ ചെയ്യാൻ കേട്ടോ. പക്ഷേ ലൈഫ് സയൻസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ MSc ലൈഫ് സയൻസ്. അപ്പൊ ഓർക്കുക, PGT ബയോളജി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ലൈഫ് സയൻസുകാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളുക, നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. PGT ബയോടെക്നോളജി എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. PGT ബയോളജി അപ്ലൈ ചെയ്യാൻ നിൽക്കുന്ന ലൈഫ് സയൻസുകാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് PGT ബയോടെക്നോളജിയിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് ലൈഫ് സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബയോ സയൻസ് എന്നൊരു കോഴ്സ് ഉണ്ട്. MSc ബയോ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ MSc ജെനറ്റിക്സ് എന്നും പറഞ്ഞിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഏകദേശം 1 2 3 4 5 6 കാറ്റഗറി പറയുന്നുണ്ട്. PGT ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, ലൈഫ് സയൻസ്, ബയോ സയൻസ്, ജെനറ്റിക്സ് ഇത്രയും പഠിച്ചവർക്കും എന്ത് ചെയ്യാം. പക്ഷെ ഇത്രയും പഠിച്ചാൽ മാത്രം പോലെ, ഇതിന്റെ കൂടെ എന്തും വേണം. ഇതിന്റെ കൂടെ B.Ed, ഇതിനെല്ലാത്തിനും 50% മാർക്കും ഇതിനെല്ലാത്തിനും 50% മാർക്ക് വാങ്ങിയിരിക്കുകയും വേണം. ഇതിന്റെ കൂടെ B.Ed പഠിച്ചവർക്ക്, B.Ed പഠിച്ച് അതിൽ 50% മാർക്ക് ഉള്ളവർക്കും എന്ത് ചെയ്യാം. B.Ed സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് നാച്ചുറൽ സയൻസ് ആയിരിക്കും നിങ്ങൾക്ക് B.Ed വരുന്നത്. ഓക്കെ, ആ നാച്ചുറൽ സയൻസ് B.Edന് എത്ര 50% മാർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഫുൾ ക്ലാസ്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതായത് PGT മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ KVSന്റെ ക്ലാസ്സുകൾ PGT ബയോളജി, PGT ബയോടെക്നോളജി ക്ലാസ്സുകളാണ് കൂടുതലും നമുക്ക് ഇവിടെ ഉള്ളത്. അതായത് PGTയുടെ ക്ലാസ്സുകൾ ഉള്ളത്. TGTയും അതുപോലെ തന്നെയാണ്. ആർട്സിന്റെ സോഷ്യൽ സയൻസ് മാത്രമേ വരാനുള്ളതാണ് തോന്നുന്നു ക്ലാസ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ബാക്കിയുള്ള എല്ലാം ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ബാക്കിയുള്ള ഡിസൈറബിൾ ആയിട്ട് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതൊക്കെ പഠിച്ചവർക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞത് പറയാൻ നിവർത്തിയില്ല. പിന്നെ മെത്തേഡ്സ് ഓഫ് അപ്പോയിന്റ്മെന്റ് 100% ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതിന്റെ 100% ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. ഇൻ കേസ് ഓഫ് PGT കൊമേഴ്സ്, PGT ബയോടെക്നോളജി. ഓക്കെ, ബാക്കിയുള്ളത് അതായത് കൊമേഴ്സുകാരുടെയും ബയോടെക്നോളജിക്കാരുടെയും 100% 100%, 100% ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പഠിച്ചോളൂ. PGT കൊമേഴ്സുകാർ കേട്ടോളൂ, PGT ബയോടെക്നോളജിക്കാർ കേട്ടോളൂ. 100% ഡയറക്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളത് 66.67% ഡയറക്റ്റും 33.33% ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ക്വാളിഫൈയിങ് കം സെക്കൻഡറി ബേസിസ് എന്നുള്ള സീനിയോറിറ്റി ബേസിസ് അങ്ങനെയും വരുന്നുണ്ട്. അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. 1000 മുകളിൽ പോസ്റ്റ് ഉണ്ട്, പിന്നെ എത്ര പെർസെന്റേജ് വന്ന് എന്താ കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ PGTയുടെ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, PGT അപ്ലൈ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ PGT നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതാണ് നോക്കി വെക്കേണ്ടത്.
ഈ കാര്യങ്ങളാണ് പഠിച്ചു വെക്കേണ്ടത്, മനസ്സിലാക്കി വെക്കേണ്ടത്, അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങൾ. ഇതിൽ അപ്ലൈ വരുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ ലിങ്ക് ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പം റെയിൽവേ പഠിക്കുന്നവർ നന്നായിട്ട് വർക്ക് ചെയ്യുക. കാരണം അതിൽ 80% നമ്മുടെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ആണല്ലോ. മാത്സും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും അതുപോലെ തന്നെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും ഒക്കെ, അത് കമ്പ്യൂട്ടറും ഒക്കെ അതിൽ വരുന്നതാണല്ലോ. അത് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ മതി നിങ്ങൾ. ഓക്കെ ഓക്കെ പിന്നെ അതിലുള്ള റെയിൽവേക്ക് പഠിക്കുന്ന നമ്മൾ റെയിൽവേക്ക് 50 മാർക്കിന് പ്രൊഫഷണൽ എബിലിറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. PGT-ൽ നമ്മളിവിടെ 40 മാർക്കിന് പഠിച്ചാൽ മതി, പ്രൊഫഷണൽ എബിലിറ്റി പഠിച്ചാൽ മതി. അത് റെയിൽവേയുടെ സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് ഏറെക്കുറെ. ഓക്കെ, സിലബസിന്റെ വിശദീകരണം അവർ 25-ലെ സിലബസ് ഇടുമ്പോഴത്തേക്ക് വിശദീകരണം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കുക, കാണുക, അപ്ലൈ ചെയ്യാനുള്ളവർ തയ്യാറായിരിക്കുക. NCL-ന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രായം കൂടിയവര് കുറഞ്ഞവര് ഒക്കെ ഉള്ളവർ NCL സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വയ്ക്കുക. റെയിൽവേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കാണും, അത് മതി. ഓക്കെ, അപ്പൊ തയ്യാറായിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ സബ്ജക്റ്റ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക അപ്ലൈ ചെയ്യാൻ. കാരണം CTET വേണ്ടാത്തതുകൊണ്ട്, ഇതിൽ CTET വേണ്ടാത്തത് കൊണ്ട് B.Ed മാത്രം മതിയല്ലോ. CTET-ന്റെ ആവശ്യം ഇതിലില്ല. അതുകൊണ്ട് B.Ed മാത്രം മതിയല്ലോ. B.Ed 50% മാർക്ക് മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, പഠിച്ചു തുടങ്ങുക. ക്ലാസ് ഉടനെ തന്നെ എന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്തിരിക്കുക. ഡീറ്റെയിൽസ് അതിൽ വരുന്നതായിരിക്കും. ഓക്കെ 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 അപ്പം അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റിലൂടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. താഴെ സ്ക്രോൾ ചെയ്യുന്ന ഈ നമ്പറിലോ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ ഈ നമ്പറിലാണ് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ വിളിക്കുക. ഓക്കെ, അത്രയും അത്യാവശ്യമുള്ള ഡൗട്ട്സ് ഒക്കെ ആണെങ്കിൽ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ കോൾ കണക്ട് ചെയ്യുകയും പറ്റാവുന്ന എല്ലാ രീതിയിലുള്ള സംശയ നിവാരണത്തിനും ഇടം നൽകുന്നതായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ദയവായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങൾ. ഓക്കെ, പിന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യസമയത്ത് പെട്ടെന്ന് ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആ നോട്ടിഫിക്കേഷന്റെ അതൊക്കെ ഓണാക്കി വെക്കുക. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ല ഒരു പ്രഭാതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.